നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ശമ്പള വർധനവോടുകൂടി സ്ഥാനക്കയറ്റത്തോടുകൂടി ഉദ്ദേശിക്കുന്ന പട്ടണത്തിലേക്ക് സ്ഥാനമാറ്റത്തോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. മറ്റു ചിലർക്ക് നിലവിലുള്ള തസ്തിക നിലനിർത്തിക്കൊണ്ട് തന്നെ ഉയർന്ന സ്ഥാപനത്തിൽ തൃപ്തികരമായിട്ടുള്ള ജോലിക്ക് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം അവസരമുണ്ടാകും. സ്വന്തം ഉത്തരവാദിത്വങ്ങൾക്ക് പുറമെ കുടുംബാംഗങ്ങളുടെ ചുമതലകൾ പോലും ഏറ്റെടുക്കുവാനും ഒരുപക്ഷെ ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ പരീക്ഷയിൽ എഴുതുവാൻ സാധിക്കും. ഉദ്ദേശിച്ച പോലെ തന്നെ വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഉത്സാഹം, ഉന്മേഷം എന്നിവ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാനും കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഈ ഒരു മേഖല ജോലിയോടൊപ്പം തുടരുവാൻ തീരുമാനിക്കും. താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന പലർക്കും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം വന്നു ചേരുവാനും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് പോലും ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടവരും. മേലധികാരികളുടെ അഭാവത്താലും അവധിയായാലും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് പ്രതീക്ഷിച്ചതിലുപരിയെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ ധാരാളം ചർച്ചകൾ വേണ്ടിവരും, യാത്രകൾ വേണ്ടിവരും. പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിലും ഭാവിയിലേക്ക് ശുഭസൂചകങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്ന വിധത്തിൽ മേലധികാരികളുടെ ചെയ്ത് പ്രവർത്തനങ്ങളെക്കാൾ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നത് വഴി ഒരുപക്ഷെ 3-4 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥാനക്കയറ്റത്തിന് പോലും സാധ്യത പോലും കാണുന്നതുമുണ്ട്. ആചാര മര്യാദകൾ പാലിക്കുന്നത് വഴി ഏതൊരു ദുഷ്കൃത്യവും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. ഒരു വർഷമായിട്ട് ദിനചര്യാക്രമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ വെളിച്ചത്തിൽ ഈ മാസത്തിൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുവാനും പല മരുന്നുകളും ഉപേക്ഷിക്കുവാനും സാധ്യതയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും യോഗ, പ്രാണായാമം എന്നിവ പരിശീലിക്കുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങൾക്ക് വേണ്ടിയിട്ട് വിസ്തൃതിയുള്ള സ്ഥലം വാങ്ങി വ്യാപാര സമുച്ചയം പണിയുന്നതിനെ പറ്റിയിട്ട് പുനരാലോചിക്കുമെങ്കിൽ പോലും അധിക ചെലവ് അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ടും സമീപ ഭാവിയിൽ തന്നെ വിപുലമായുള്ള പദ്ധതികളായതുകൊണ്ട് വാടകയ്ക്കെടുക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. പുത്രപൗത്രാദി സൗഖ്യത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. ബൃഹത് പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. സമത്വ ഭാവനയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. ബഹുമുഖ പ്രതിഭകളെ കാണുവാനും പരിചയപ്പെടുവാനും അവസരം വന്നു ചേരും. ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും ഫെബ്രുവരി മാസത്തിൽ തന്നെ പാഠ്യപദ്ധതികളൊക്കെ പൂർത്തീകരിച്ചിരുന്നു. എന്നിരുന്നാൽ പലപ്പോഴും ഉദ്ദേശിച്ച പോലെ നല്ല ജോലി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ പലർക്കും മറ്റു വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും അതിനനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ യുവതലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി സ്വന്തം അനുഭവജ്ഞാനവും കൂടി ഇതിനെ ചേർത്തുകൊണ്ട് ചെയ്യുന്നത് വഴി ആശ്വാസത്തിനും കൃതാർത്ഥതയ്ക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും.
ഒരുപക്ഷെ ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കുന്നതിന്റെ വെളിച്ചത്തിൽ പല മാതാപിതാക്കൾക്കും മക്കളോടൊപ്പം വിദേശത്ത് ഓണം ആഘോഷിക്കാൻ തക്കവണ്ണം തയ്യാറെടുക്കുവാനും അതിനു വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ അനുഭവജ്ഞാനമുള്ളവരുടെയും വിദഗ്ധരുടെയും നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായുള്ള ഉദ്യോഗം, കരാറു ജോലികൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളാൽ പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും അതിജീവിച്ചു എന്ന വിദഗ്ധമായുള്ള നിർദ്ദേശത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അവസരം വന്നു ചേരും. ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചുമതലകളെല്ലാം വർദ്ധിക്കുമെങ്കിൽ പോലും മേലധികാരികളുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശപ്രകാരവും ഉടമസ്ഥരുടെ സാമ്പത്തികമായിട്ടുള്ള സഹകരണവും ഭാവിയിലേക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ സമർപ്പിക്കാൻ തക്കവണ്ണം ഒരുപക്ഷെ ഇത്രയും കാലത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കാം അധിക ചെലവ് അനുഭവപ്പെടുമോ എന്ന ഒരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇതെല്ലാം തന്നെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനും അവതരിപ്പിക്കുവാനും അവലംബിക്കുവാനുമുള്ള അവസരം വന്നു ചേരുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. കാര്യനിർവഹണ ശക്തിയൊക്കെ നല്ലതാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ധാരാളം സാധ്യതകളും ഉണ്ട്. കുടുംബത്തിന്റെ സമാധാനാന്തരീക്ഷം സംജാതമാകും. ജീവിത പങ്കാളിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ലഭിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സ്വല്പം സമാധാനക്കേട് ഉണ്ടാവാം. ഒരുപക്ഷെ ജോലി രാജിവെച്ചാലോ മറ്റു ജോലികളൊക്കെ അപേക്ഷിച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും നിലവിൽ രാജിവെക്കാതെ തന്നെ മറ്റു ജോലികളൊക്കെ അപേക്ഷിക്കുവാനും 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ മേലധികാരി മറ്റു ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ജോലി ലഭിക്കും എന്ന സൂചനകൾ ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുവാനിടയുണ്ട്. ഒരുപക്ഷെ മാസത്തിലൊരിക്കൽ ഗ്രഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശവാസം ഇനി അടുത്ത 3-4 മാസം വേണ്ടി വരുവാനും ഇടയുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും ദ്രുതഗതിയിലാക്കുവാൻ വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനിടവരും. കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കർമ്മമണ്ഡലങ്ങളിൽ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ പുതിയ ഭരണ സംവിധാനമായിരിക്കാം ചില ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകേണ്ടതായ സാഹചര്യങ്ങളോ പരിശീലനം നൽകേണ്ടതായുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഏത് പ്രകാരത്തിലും വളരെ ഗുണകരമായുള്ള രീതിയിൽ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും വന്നു ചേരുവാൻ ഇടയുള്ളത്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് വ്യവസായം നവീകരിക്കാൻ തീരുമാനിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു പണം മുതൽ മുടക്കുന്നതിനനുസരിച്ചുള്ള ഒരു നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉൽപ്പന്നങ്ങൾ മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ തീരുമാനിക്കുവാനും അതിനൊരു പരീക്ഷണം എന്നുള്ള നിലയെ തുടക്കം കുറിക്കുവാനും വളരെ ഫലപ്രദമായുള്ള രീതിയിൽ അത് അനുഭവത്തിൽ വന്നു ചേരുവാനും ഇടയുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാൻ അവസരം വന്നു ചേരും. പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുകയും വ്യായാമത്തിന്റെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു പക്ഷേ എക്സർസൈസ് സ്ഥിരമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ യോഗയും പ്രാണായാമമൊക്കെ ചെയ്യുക എന്ന സങ്കല്പത്തോടുകൂടി പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും മാനസികമായുള്ള വിഭ്രാന്തി പല മേഖലകളിലും ഉണ്ടാകുമെങ്കിലും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുവാനായിട്ട് മാനസികമായിട്ട് തയ്യാറാകുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഇതിന് ഏകാഗ്രതയോടുകൂടിയതായുള്ള ചിന്തകളും ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്.
ജനസ്വാധീനം വളരെ കുറവുള്ളതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറും. കർമ്മമണ്ഡലങ്ങളിൽ നിന്നും അവിസ്മരണീയമായ നേട്ടമുണ്ടാകും എന്ന ധാരണയോടുകൂടി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ധാരാളം പ്രയത്നിക്കുകയും സ്വല്പമൊക്കെ നേട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ നിലനിൽപ്പിനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും ഏറെക്കുറെ തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും സാധ്യതയുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, കുറി ചേരുക, കൂട്ടുകാരുമായി കച്ചവടം നടത്തുക എന്നിവയൊക്കെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവർ പരമാവധി ഒഴിവാക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലാണെങ്കിൽ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള സാഹചര്യങ്ങളും വേണ്ടപ്പെട്ടവരിൽ നിന്നും സഹായവും വന്നു ചേരും. എന്നാൽ അച്ഛന് പല പ്രകാരത്തിലും അസുഖങ്ങൾ ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് തണുപ്പ് രാജ്യത്ത് നിന്നും സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക. വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ, മറ്റു ചിലർക്ക് സുരക്ഷിതമായുള്ള സ്ഥലത്തേക്ക് മാതാപിതാക്കളെ മാറ്റി താമസിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ, ഇങ്ങനെ പല പ്രകാരത്തിലും ആ സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് മധ്യസ്ഥരുടെ സഹായം വേണ്ടി വരുവാനിടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരം വന്നു ചേരും.